ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ കാണിക്കുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും. ഇതിൻ്റെ പേരാണ് ഷവർമർ. ഞാൻ തന്നെ ഇട്ട പേരാണ്. ഇതെൻ്റെ മൈ ഓൺ ക്രിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിട്ടൊരു പേരാണ്. സൗദിയിൽ ശരിക്കും ഷവർമർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷവർമ ബ്രാൻഡ് തന്നെ ഉണ്ട്. പക്ഷെ അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഞാൻ തൽക്കാലത്തേക്ക് ഷവർമയല്ല ബർഗറും അല്ലാത്ത ഒരു സാധനം ആയതുകൊണ്ട് ഉണ്ടാക്കിയ അങ്ങനെ ഒരു പേരിട്ടതാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. സൂപ്പറാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ നല്ലൊരു കഫേയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. അതേ സെയിം ടേസ്റ്റാണ്. അതിനെക്കാട്ടും നന്നാവുന്നേ പറയാനുള്ളൂ കേട്ടോ. അത്രയും അതിനെക്കാട്ടും ടേസ്റ്റ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ കണ്ടു നോക്കിയാലോ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഒരു ബ്രെഡിൻ്റെ ഡോ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കിലോ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മൈദപ്പൊടി തന്നെ വേണം കേട്ടോ ഇതിന്. ഇത് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 1/2 കിലോ നല്ല ക്വാളിറ്റിയുള്ള മൈദ എടുക്കുക. അതിലേക്ക് ഇതാ ഒരു 2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം മധുരം വേണം. മധുരം കുറച്ച് വേണം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ എടുത്താണ്. 3 ടേബിൾ സ്പൂൺ. അതും കൂടെ ചേർത്തതിന് ശേഷം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്. ഞാനിവിടെ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് 1/2 കിലോ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് കുറച്ച് മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്ത് ചേർക്കരുത്. പിന്നെ വേണ്ടിയ ഒരു 1/2 കപ്പ് പാലാണ്. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ഇതിന് കുഴക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ വെള്ളം വേണ്ടിയെന്ന് വെച്ചാൽ ആ ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടിട്ട് കുഴച്ചിട്ടില്ല. ഇതെല്ലാം കൂടെ ഒരൊറ്റ ഉരുളാകുന്ന വരെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. ഇതാണ് അൺസോൾട്ടഡ് ബട്ടറാണ്. ഞാൻ 50 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത് കേട്ടോ. എൻ്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഞാൻ 50 ഗ്രാം ബട്ടറും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ അത് കുഴച്ചെടുക്കണം. ഇനി കുഴക്കണമെന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കണം കേട്ടോ. ഇത് മാത്രം മതി. ഇനിയിപ്പോൾ നന്നായിട്ട് 20 മിനിറ്റ് കുഴച്ച് കൊണ്ടുവന്നിട്ടുള്ള മാവാണിത്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടി കേട്ടോ. ഒരു ചപ്പാത്തിൻ്റെ പാകം തന്നെയാണ്. ഒരുപാട് ഒട്ടുന്ന പാകമല്ല. എന്നാൽ എന്താ പറയുക, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവും അല്ല. ഈ ഒരു രീതിയിൽ കേട്ടോ. ഇങ്ങനെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചിട്ട് തന്നെ ഇത് സ്മൂത്താക്കി എടുക്കണം. അല്ലാണ്ട് വെള്ളം കൂടുതൽ ചേർത്തിട്ട് സ്മൂത്താക്കി എടുക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. നല്ല ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ മതി. ഇനിയിപ്പോൾ തണുപ്പൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂറാണ് വെക്കുന്നത്. ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ നന്നായിട്ട് ഇത് പൊതിയാൻ വേണ്ടി മറന്നു പോകരുത്. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതില്ല, നിങ്ങളെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ചെമ്പിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ച് അടച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു ടർക്കി പോലുള്ള എന്തെങ്കിലും തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് നല്ല സെറ്റായിട്ട് വരിക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതൊരു മണിക്കൂർ നേരം ഇതൊന്ന് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ തുണിയൊന്നും ഇടുന്നില്ല. ക്ലിംഗ് റാപ്പ് തന്നെ ആയതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് മൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് വേണ്ട ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്ന കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ്. അതാണ് 1/2 കിലോ മൈദയൊക്കെ എടുത്തത്. അപ്പോൾ സ്കിന്നോട് കൂടിയുള്ള പീസാക്കി വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഞാനിവിടെ ഓവനിൽ ചെയ്യുന്നതുകൊണ്ടാണ് സ്കിന്നെടുത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ ഒഴിവാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അതിലേക്കൊരു മസാല വേണം. ഞാനിവിടെ പാപ്രിക്ക പൗഡറാണ് എടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. കറക്റ്റ് ഇതൊക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ 1 ടീസ്പൂണോളം കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗാർലിക് പൗഡറാണ് 1 ടീസ്പൂൺ. പിന്നെ ജിഞ്ചർ പൗഡറാണ്, അതും 1 ടീസ്പൂൺ. ഇതൊന്നും പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അരച്ച് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതാ ഒരു ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തു. ഒറ്റൊന്ന് മതി കേട്ടോ. അപ്പോൾ ഒന്ന് തന്നെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പും കൂടെ വേണം. അല്ലെങ്കിൽ ആ ഒരു ചിക്കൻ ക്യൂബ് മാത്രം ചേർക്കുന്ന സമയത്ത് ഉപ്പുണ്ടാവില്ല. ഇനിയിപ്പോൾ അതാ ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരിയാണ് വേണ്ടത്. ഒരു 2 ടീസ്പൂണോളം സുർക്ക, വിനാഗിരി എന്ന് പറഞ്ഞാൽ സുർക്ക, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബാർബിക്യൂ സോസാണ് കേട്ടോ. ഒരു 3 ടീസ്പൂൺ ബാർബിക്യൂ സോസ്. ഇത് സ്മോക്കി ബാർബിക്യൂ സോസാണ്. ഒരു 3 ടീസ്പൂൺ. ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ശർക്കര ഒന്ന് പൊടിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനിയിപ്പോൾ അതാ കുറച്ച് വെള്ളം എടുത്ത് വെച്ചാണ്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മാഗി ക്യൂബൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാലാണ് പാകത്തിലായി കിട്ടുക. അല്ലാണ്ട് വെള്ളം ചേർക്കാണ്ട് നിൽക്കുമ്പോൾ നല്ല കട്ടിയായി പോകും. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടിത് ആ ഒരു മാഗി ക്യൂബൊക്കെ ഉടച്ചെടുത്തിട്ട് നന്നായിട്ട് ക്രീം പോലെ ആക്കി വെച്ചാണ്. അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഓരോ പീസും ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ഓരോ പീസ് ചിക്കനും കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഓവനിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്കിന്നോട് കൂടി എടുത്തത്. ഇനിയിപ്പോൾ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ സ്കിന്നില്ലാത്ത ചിക്കൻ മസാല തേച്ച് വെച്ചിട്ട് ഇതേ മസാല തേച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ പാനിൽ ചെയ്യാം കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ അതാ അതിൻ്റെ ഒരു സോസ്, ഒരു സ്പെഷ്യൽ സോസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇതിലേക്കുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മീഡിയം സൈസുള്ള ഒരു ഉള്ളി ഞാനിവിടെ മുറിച്ച് വെച്ചാണ്. പിന്നെ വേണ്ടിയത് ഒരു ലാർജ് സൈസുള്ള ഒരു തക്കാളി കേട്ടോ. ഉള്ളിനെക്കാട്ടും കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി. ഇവിടെ അത്യാവശ്യം വലിയ അല്ലി വെളുത്തുള്ളിയാണ്. ആ ചൈനീസ് വെളുത്തുള്ളി ഇല്ല, അതാണ് കേട്ടോ. ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു 4 ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. ഒരു 4 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ നമ്മൾ സോക്ക് ചെയ്യൊന്നും വേണ്ട. അല്ലാണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിയതിന് ശേഷം അരച്ചെടുക്കണം. അല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് അല്പം അരയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഞാനെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം വേണം. ഇതൊന്ന് അരയാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചേർത്തിയില്ല. അപ്പോൾ ഞാനിവിടെ ദാ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടി ചേർത്തിന്. അതുപോലെ തന്നെ കയന്ന പെപ്പർ 1 ടീസ്പൂൺ അതും കൂടെ ചേർത്ത്. ഇത് രണ്ടും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നന്നായിട്ട് അരക്കുക. ഇത് നമുക്ക് വേറെ വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു പാനിലേക്ക് അല്ലെങ്കിൽ ഒരു ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പാനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്താണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ചിക്കൻ ഇപ്പം ഞാൻ 2 മണിക്കൂർ 2.5 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. നിങ്ങൾക്ക് തലേന്ന് തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓവനിലെ ഒരു പ്ലേറ്റിൽ ഞാൻ ഒരു അലുമിനിയം ഫോയിൽ വെച്ചതാണ്. ബാക്കിയുള്ള മസാലയൊക്കെ അതിൻ്റെ മേലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് 230 ഡിഗ്രിയിൽ ഞാൻ 1 അവറാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രൈ പാനിൽ ഗ്രില്ല് ചെയ്തിട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഇത് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അത് വേവണ നേരം കൊണ്ട് നമ്മൾ അതിൻ്റെ സോസ് റെഡിയാക്കണം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സോസ് തീ കത്തിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് ഇതിൽ എക്സ്ട്രാ ഉള്ള വെള്ളം ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരും. ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലുള്ള നമ്മളിപ്പോൾ ഉള്ളിയായാലും പച്ചമുളകായാലും വെളുത്തുള്ളിയായാലും പച്ചമുളകല്ല, ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഉള്ള പച്ചക്കല്ല ചേർത്തത്, അതൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ആ ഒരു വെള്ളം വറ്റുന്ന സമയത്തേക്ക് അതിൻ്റെ ആ ഒരു പച്ചമുളകൊന്ന് മാറി വരും, പച്ച ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ അത് കണ്ടില്ലേ, ആ ഒരു വെള്ളം എക്സ്ട്രാ ഉള്ള വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റുന്ന വരെയാണ്. ഒരുപാടിട്ട് വറ്റിക്കൊന്നും വേണ്ട. ആ വെള്ളത്തിൻ്റെ ഇതൊന്ന് വറ്റി കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ അത് വറ്റുന്ന നേരം കൊണ്ട് നമുക്കിപ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ എടുത്ത് വെച്ചിരുന്നു. 1 ടീസ്പൂണാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ഇതൊന്ന് കലക്കി വെക്കണം കേട്ടോ. വറ്റിയാൽ നമുക്ക് ചേർക്കാനുള്ളതാണ്. ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക 2 മിനിറ്റ് നേരം. ഇപ്പോൾ അതാ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് അടച്ച് വെച്ചിട്ട്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതാണ് കേട്ടോ. ഈ ഒരു പാകത്തിൽ മതി. ഒരുപാട് നേരം ഇട്ട് വറ്റിച്ച് അത് ഭയങ്കര ഡ്രൈ ആക്കി എടുക്കണ്ട. ഈ ഒരു പാകത്തിൽ മതി. വെള്ളം കാണാണ്ടായാൽ മതി. അല്ലെങ്കിൽ സൈഡിൽ നിങ്ങൾക്ക് ആ ഒരു വെള്ളം മാത്രം കാണാൻ വേണ്ടി പറ്റും. ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്നല്ലോ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു കോൺഫ്ലവറിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കോൺഫ്ലവറൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. നമുക്ക് ആ ഒരു സോസിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവറും കൂടെ ചേർത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മതി കേട്ടോ. സുർക്ക 1 ടീസ്പൂൺ കൂടെ ചേർത്താണ്. പിന്നെ വേണ്ടി ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് അടിഭാഗം കാണണം. സ്പൂൺ കൊണ്ട് ഇളക്കുന്ന സമയത്ത് അതാണ് പാകം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കെച്ചപ്പാണ് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഒരു 3 ടീസ്പൂണോളം കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് കേട്ടോ. പിന്നെ വേണ്ടിയത് ചില്ലി സോസില്ല, അത് എൻ്റെത് ഇവിടെ തീർന്നിട്ടുണ്ട്, കാലിയായിന് കുപ്പി. എന്നാലും ഞാനത് കുലുക്കി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണോളം ചില്ലി സോസും കൂടെ ചേർത്താണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി സോസ് ഇവിടെ റെഡിയായി. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വരാനുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ ചിക്കൻ വേവിച്ചതിന് ശേഷം ചേർക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇത് നമുക്ക് 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കെച്ചപ്പ് എന്നല്ല, ഒരു സോസാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള, എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. ബർഗറിനും ഷവർമ്മക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സോസാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. 1 മണിക്കൂർ ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ് കറക്റ്റ് പാകത്തിലിട്ട്. ഇതിലിപ്പോൾ എണ്ണയൊന്നും ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചല്ലോ അങ്ങോട്ട്. ഇതിൽ ഓയിലൊന്നും ചേർക്കാണ്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചിക്കൻ്റെ പീസ് മൊത്തം നമുക്ക് എല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിൻ്റെ എല്ല് വേണ്ട, അതിൻ്റെ മീറ്റ് മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ചൂടോട് കൂടി തന്നെയാണ് ചെയ്യണത്, സമയമില്ലാത്തതുകൊണ്ട്. നമുക്ക് കുറച്ച് ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം ഒന്ന് മാറ്റിയെടുത്താൽ മതി. ഇവിടെ പാനെല്ലാം ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് ചൂടോട് കൂടി തന്നെ അതിൻ്റെ മീറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് വേവണം കേട്ടോ. വേറൊരു വേവൊന്നും ഇതിന് വരാനില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം. നല്ല സ്മൂത്തായിട്ട്, അല്ലെങ്കിൽ നല്ല എന്താ പറയുക, സോഫ്റ്റ് ആകണ വരെ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു മീറ്റൊക്കെ നന്നായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലുണ്ടാകാൻ പാടില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലൊക്കെ മാറ്റിയെടുക്കുക. ഇതേപോലെ ഇനി കംപ്ലീറ്റ് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മീറ്റ് മൊത്തം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ നമ്മൾ ആ വേവിച്ചതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഇട്ടത്. ആ ഒരു മസാലയോട് കൂടിയുള്ള സ്റ്റോക്കാണിത്. ഇത് നമ്മൾ ആ ഒരു സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് പോണത്. ഇത് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അതാണ് നമ്മൾ ആ ഒരു സോസിലേക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഇത് ഓൾറെഡി നല്ല വെന്തിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്കാണ്. അതുകൊണ്ട് ഇത് ഒഴിച്ചെന്ന് വെച്ചിട്ടൊന്നും പേടിക്കണ്ട. പിന്നെ ഇത് ഒഴിച്ചാലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിന് പറ്റും. 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറ്റും ട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സോസിന്. കാരണം ഈ ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, അത്യാവശ്യം എരിവുണ്ടാവും, അത്യാവശ്യം പുളി ഉണ്ടാവും, അത്യാവശ്യം മധുരം ഉണ്ടാവും, എന്നാൽ ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. എല്ലാം കൊണ്ടും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സോസാണ്. ഇനിയിപ്പോൾ നമ്മൾ 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ മാവാണ്. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വന്നത്. ഇതിൻ്റെ പകുതിയിൽ കുറവാണ് മാവ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ഒന്ന് താത്തിയിട്ട് എയറൊക്കെ ഒന്ന് പൊക്കിയെടുക്കുക. അത്രേ ഉള്ളൂ. ഒരുപാടിട്ട് കുഴച്ച് ഇതിനെ ഒന്ന് ഇതാക്കി എടുക്കേണ്ടിയില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ എയറൊന്ന് പൊക്കിയെടുത്താൽ മാത്രം മതി. ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിതാ ഇങ്ങനത്തെ ഒരു റിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കേക്കിൻ്റെ ടിന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കേക്കിൻ്റെ ടിന്ന് റൗണ്ടോ സ്ക്വയറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ റിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ വേറെ എടുത്ത് വെച്ചത് ഇങ്ങനത്തെ ഒരു പ്ലേറ്റാണ്. അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്താണ്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിവിടെ ലെറ്റ്യൂസിൻ്റെ ഇല, ഐസ്ബർഗിൻ്റെ ലെറ്റ്യൂസിൻ്റെ ഇല ഒന്ന് അരിഞ്ഞ് വെച്ചാണ്. പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഒരു ഉള്ളി, ചെറുതായിട്ട് അരിഞ്ഞൊരു തക്കാളി. ഇത് പാസ്ലി ഇലയാണ് കേട്ടോ. പാസ്ലി ഇല എന്ന് എടുക്കാൻ നോക്കുക, അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസാണ് നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത്. കുക്കുംബർ ചേർക്കണ്ട കേട്ടോ, നമ്മൾ വേവിക്കുന്ന സാധനം ആയതുകൊണ്ട് കുക്കുംബർ വേണ്ട. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. നമ്മളൊരു ചപ്പാത്തിനെക്കാട്ടിലൊരു ഇത്തിരി വലുപ്പത്തിൽ, ശരിക്കും ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി ആണെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ആ ഒരു ഉരുള മതി. ഒരു ചപ്പാത്തിക്ക് പറ്റിയ, അല്ലെങ്കിൽ അതിനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. പൊടിയൊന്നും ഇടണ്ടേ, നമ്മൾ മൈദപ്പൊടിയൊന്നും ഇട്ടിട്ട് പരത്തണ്ട, ജസ്റ്റ് വെറുതെ അങ്ങനെ പരത്തിയാൽ മതി. എന്നിട്ട് സെൻറ്ററിൽ കുറച്ച് തടി നിന്നോട്ടെ, ഇതിൻ്റെ അറ്റം വരുന്ന ഭാഗം മാത്രം ഒന്ന് ഭയങ്കര നൈസാക്കി എടുക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ, അതിൻ്റെ സൈഡ് മാത്രം ഞാനൊന്നിങ്ങനെ നൈസാക്കി എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്നിച്ച് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് അവിടെ തടി വരും. അപ്പോൾ ഭയങ്കര തടിയിലാണെങ്കിൽ ഓൾറെഡി നമ്മൾ തടിയിൽ തന്നെ പരത്തി കഴിഞ്ഞാൽ ഒന്നിച്ചാക്കുന്ന സമയത്ത് ഒരുപാട് തടിയായി പോകും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ നമ്മൾ ചെഡാർ ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ മുറിച്ചിട്ട് ഒരു ചീസൊക്കെ, ഒരു സ്ലൈസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ അത്യാവശ്യം നല്ലോണം തന്നെ വെക്കണം കേട്ടോ, നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് വെച്ച് കൊടുക്കുക. ആദ്യം ഞാൻ ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പറയാൻ മറന്നത് ഗാർലിക് സോസാണ് കേട്ടോ. പാലും ഓയിലും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഗാർലിക് സോസാണ്. അതെന്ന് വെച്ചാൽ ലിയാന ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാഞ്ഞത്. ഞാനിത് ചെയ്യുന്ന സമയത്ത് അവളോട് സമയം ലഭിക്കാൻ വേണ്ടി അവൾ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ആ ഒരു ഗാർലിക് സോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പാല് ചേർത്തിട്ടോ മുട്ട ചേർത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ബാക്കി വെജിറ്റബിൾസും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് കൂട്ടിപ്പിടിച്ച് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതൊരു ബന്നായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ എത്തണമെങ്കിൽ ഈ ഒരു ഫില്ലിങ് ഉള്ളിലാക്കിയിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കൂട്ടിപ്പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ സൈഡ് ഭാഗം കുറച്ച് നേരിയതാക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഇത് കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇത് കുറച്ച് തടിയിൽ വരും. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ വരുന്ന രീതിയിൽ, തീരെ പുറത്ത് വരരുത് ഫില്ലിങ്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അടിഭാഗവും ഒരു അത്യാവശ്യം തടി തന്നെ വന്നോളൂ. നടുവിൽ നമ്മൾ ഓൾറെഡി തടിയിൽ വെച്ചതുകൊണ്ട് മേൽഭാഗം കുറച്ച് തടി തന്നെ ഉണ്ടായിക്കോളും. അത് കണ്ടില്ല, നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ആ ഒരു റിങ്ങിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഓൾറെഡി ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു 4 എണ്ണമാണ് ഞാനിപ്പോൾ ഇതിൽ വെക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കണം, കാരണം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കണം. ഇപ്പോൾ അത് അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിയുന്ന സമയത്ത് അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി ആ ഒരു ഒന്നൊന്നിനോട് തട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു രീതിയിൽ കിട്ടണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കണം. അത് അടുത്ത പ്ലേറ്റിൽ വെച്ചതാ. അരമണിക്കൂർ ഞാൻ ക്ലിംഗ് റാപ്പ് വെച്ച് പൊതിഞ്ഞ് വെച്ചതാണ്. അതുപോലെ തന്നെ വേറെയും 2 ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് എല്ലാം ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഇതിൻ്റെ മേലെ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് പാലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട തേച്ച് കൊടുക്കണമെങ്കിൽ മുട്ടയും തേക്കാം. ഇത് പിന്നെ പാലാകുമ്പോൾ ഈസിയാണ്, മുട്ട നമ്മൾ എടുക്കേണ്ടില്ല എന്നുള്ളതിലാണ് പാല് തേച്ച് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എല്ലാത്തിൻ്റെ മേലെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച എല്ലാ ബന്നിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് പാല് തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം തേച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 200 ഡിഗ്രിയിൽ ഞാൻ 25 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്, പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ. അപ്പോൾ നമ്മൾ 200 ഡിഗ്രിയിൽ 25 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ മറ്റതൊക്കെ ഞാൻ കുക്കിംഗ് റേഞ്ചിലുമാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് ഓവനിൽ വെച്ചത്. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി, ഇപ്പോൾ ചൂടോടുകൂടി കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാവുക, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അതിനെ സോഫ്റ്റ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ ബട്ടർ തേച്ച് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്താണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായിട്ട് മാറുക. അപ്പോൾ നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുക കേട്ടോ. ബട്ടർ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കണം. ഒരു സ്പൂണൊക്കെ ഒന്ന് ബട്ടർ മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കംപ്ലീറ്റ് ഞാൻ നന്നായിട്ട് ബട്ടറൊക്കെ പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പാസ്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ അരിഞ്ഞു വെച്ച പാസ്ലിയിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ്. കുറച്ച് പാസ്ലി ഇട്ട് കൊടുക്കുക.
ഇനിയാണ് നമ്മളെ മെയിൻ സോസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ സോസ് ഇല്ലേ അത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളെ കലാബോധം അനുസരിച്ച് എന്തെങ്കിലും ഡിസൈനൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണ്ട, കാരണം ഉള്ളിൽ നമ്മൾ ഓൾറെഡി ഗാർലിക് സോസ് കൊടുത്തതാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യാണ്ട് മേലെ കൊടുക്കുന്നത്. ഇത് കഴിക്കുന്ന സമയത്ത് ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സോസോട് കൂടി കഴിക്കാൻ. ഇതിനൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷമാണിത്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇതിനിപ്പോൾ നമ്മൾ ആ ഒരു റിംഗ് ഒന്നും എല്ലാം മാറ്റിയെടുക്കണം. ഇത് ശരിക്കും നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള കേക്ക് ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ നല്ല കൂടെ കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ റൗണ്ടായിട്ടാണ് ഞാൻ വെച്ചത്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിലാണുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക, 100-101% ഞാൻ ഗ്യാരണ്ടി തരാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത് കേട്ടോ. അത് ചെറിയവരായാലും വലിയവരായാലും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കുക, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ കാണുമ്പോഴുള്ള ആ ഒരു ഭംഗിനെക്കാട്ടിലുമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അടുത്ത ഞാൻ പറഞ്ഞല്ലോ ബാക്കി കുക്കിംഗ് റേഞ്ചിൽ ചെയ്തതാണിത്. അതിൻ്റെ മേലുള്ള ചൂട് കുറച്ച് നമ്മൾ ഗ്യാസിൽ കൺട്രോൾ ചെയ്യുന്നതായതുകൊണ്ട് കുറച്ചധികം ആയതുകൊണ്ടാണ് മേൽഭാഗം ഒന്ന് കുറച്ച് കളർ കൂടുതലായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ല സോഫ്റ്റാണ്. ഇത് കരിഞ്ഞതൊന്നും അല്ല കേട്ടോ, അങ്ങ് വീഡിയോയിൽ കാണുന്നേരം കുറച്ചും കൂടെ കളർ കൂടുതലായിട്ട് തോന്നുന്നതാണ്, കറക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ടതാണ് ഇട്ടത്. ഇനി ഇത് തിരിച്ച് മറിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ സോസ് ചേർക്കണില്ല, ബാക്കി എല്ലാത്തിലും സോസ് ചേർത്തിന്. 2 രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം സോസ് ഇല്ലാണ്ട് കഴിക്കാനാണോ ടേസ്റ്റ് മറ്റേതാണോ എന്നുള്ള ആ 2 രീതിയിലാക്കിയെന്നേ ഉള്ളൂ. ഇതിൽ ഞാൻ നന്നായിട്ട് ബട്ടറൊക്കെ പറ്റി കൊടുത്തതാണ്. അപ്പോൾ അതാ നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഇതെന്ന് പറയുന്നത്. ആകെ ബാക്കിയുള്ള ഗാർലിക് സോസും അതേപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു വെജിറ്റബിൾസൊക്കെ കൂടെ ചേർത്ത് ഞാൻ കുറച്ച് വിനാഗിരിയും സുർക്കയും വിനാഗിരിയും സോൾട്ടും ഇതൊക്കെ ഇട്ടിട്ട് ആ ഒരു സാലഡാക്കി മാറ്റിയതാണ് കേട്ടോ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. സൂപ്പർ ടേസ്റ്റ്. ഇതെൻ്റെ മക്കളെ ഏറ്റവും ഫേവററ്റ് ആണ് കേട്ടോ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ പേരൊന്നും ഇടലില്ല, എനിക്ക് തോന്നുന്ന പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഷവർമർ എന്നുള്ള പേരിട്ടത് കേട്ടോ. അടിപൊളി സാധനമാണ്, ഷവർമർ തന്നെയാണ്. കാരണം ഷവർമൻ്റെ ടേസ്റ്റും ബർഗറിൻ്റെ ടേസ്റ്റും രണ്ടും കൂടെ വരുന്ന ഒരു സാധനമാണ്. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ, അടിപൊളിയാണ്. അതുപോലെ തന്നെ ആ ഒരു ബന്നൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ബന്നാണ്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു കഫേയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്നോ പോലും കഴിച്ചാൽ ഈ ഒരു ടേസ്റ്റ് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല, അത്രയും ടേസ്റ്റിയാണ്. ഞാൻ ഈ കാണിച്ച പോലെ തന്നെ എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് ഞാൻ അതിൻ്റെ ഓപ്ഷൻസും തന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പകരം എന്ത് ചേർക്കാമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഓവനിൽ തന്നെ ചെയ്യണമെന്നില്ല, അത് നിങ്ങൾക്ക് ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ പൊരിച്ചിട്ട് ആ ഒരു ചിക്കൻ എടുത്താലും മതി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മറന്നു പോകുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ അങ്ങ് ലൈക്ക് ബട്ടൺ വെക്കാൻ മതി കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.